യഹ് വ്യക്തി മുസീബത്ത് മേ ഹേ, ഈ വ്യക്തി അല്ലെ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? മുസീബത്ത് എന്താണ്? കഷ്ടപ്പാട്, ദുരിതത്തിലാണെന്ന് നമുക്ക് അറിയാം അല്ലേ? ആ വഴിയരിയിൽ കിടക്കുന്ന ആ വ്യക്തി ദുരിതത്തിലാണെന്ന് നമുക്ക് അറിയാം അല്ലേ? നമുക്കറിയാം. പക്ഷേ ഈസ് വ്യക്തിക്ക് ഈസ് മുസീബത്ത് മേ ഔർ ഇസേ ഹമാരി മദദ് കി ജരൂരത്ത് ഹേ, എന്താണ്? ഇവന്, ഈ വ്യക്തിക്ക് എന്തെന്നു? ഹമാരി നമ്മളുടെ അല്ലേ, ഇയാൾക്ക് നമ്മളുടെ ഹമാരി മദദ് സഹായം, നമ്മളുടെ സഹായം നിന്നു ജരൂരത്ത് ഹേ, ജരൂരത്ത് എന്താ? ആവശ്യമുണ്ട് അല്ലേ? ആവശ്യമാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അയാൾക്ക് നമ്മളുടെ സഹായം ആവശ്യമാണെന്നും അറിയാം. മനുഷ്യക്ക് തരഹ് ജാനേക്ക് യാതില, ഈ കവിത മനുഷ്യനെ പോലെ മനുഷ്യക്ക് തരഹ്, മനുഷ്യനെ പോലെ ജാന്യ അറിയുന്നതിനുള്ള യാത് ദിലാത്തിഹെ, ഓർമ്മ ഉണർത്തുന്നു അല്ലേ? ഈ കവിത എന്ത് ചെയ്യുന്നു? മനുഷ്യനെ പോലെ തിരിച്ചറിയുന്നതിനുള്ള യാത് ദിലാന, ഓർമ്മ ഉണർത്തുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ കവിത എന്താ നമുക്ക് തരുന്നത്? മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള കാര്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കവിത ലഗാത്താർ, കവിത തുടർച്ചയായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട്, കവിത ലഗാത്താർ നഹീ ജാൻതെ, അറിയുന്നില്ല, ജാനിനെ അറിയുന്നു, ക ബയാൻ കർത്തി ജാത്തെ, ബയാൻ കർണ വിവരണത്തിലൂടെയാണ്, വർണ്ണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അറിയുന്നില്ല എന്നിങ്ങനെ വർണ്ണിച്ച് പോകുന്നു അല്ലേ? ശില്പക്കി ഈസ് ബാരിക് കാരിഗരി കോ ദേഖേം, ശില്പക്കി ഈസ് ബാരിക് സൂക്ഷ്മമായ, ശില്പത്തിൻ്റെ ഈ സൂക്ഷ്മമായ കാരിഗരി ശില്പവേല അല്ലെ നിർമ്മാണ കൗശലം എന്നൊക്കെ പറയാം അല്ലല്ലോ. അപ്പം ശില്പത്തിൻ്റെ ഈ നിർമ്മാണ കൗശലം നമുക്കൊന്ന് നോക്കാം അല്ലേ? കവിതയുടെ ഈ ശില്പത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് അല്ലെ നിർമ്മാണ കൗശലം നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. बहुमुझे नहीं जानता था, हाथ बढ़ाने को जानता था. അവൻ മുझे എന്നെ नहीं जानता, എന്താണ്? അവൻ എന്നെ അറിയുന്നില്ലായിരുന്നു. അവൻ മുझे, ഏത് സർവനാമത്തിനോട് ഏത് വിഭക്തി പ്രത്യേകം ചേർന്നപ്പോഴാണ് മുझे എന്ന് വന്നത്? മേം പ്ലസ് കോ അല്ലേ? മേം പ്ലസ് കോ മുझको അല്ലെങ്കിൽ മുझे. മുझे नहीं जानता था, അവൻ എന്നെ അറിഞ്ഞിരുന്നില്ല അല്ലേ? മുझे नहीं जानता था, എന്താണ്? അവൻ എന്നെ അറിയില്ലായിരുന്നു. പിന്നോ जानता था, മുझे नहीं जानता था, അവൻ എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബെടാന കൈ നീട്ടുക, ഹാത്ത് ബെടാനേക്കോ ജാൻതാത്ത, എന്താ? കൈ നീട്ടാൻ അറിയാമായിരുന്നു. അവൻ എന്നെ അറിയില്ലായിരുന്നു, പക്ഷേ കൈ നീട്ടാൻ അറിയാമായിരുന്നു. ഹാത്ത് ബെടാനേക്കോ ജാൻതാത്ത, ഹാത്ത് ബെടാന കൈ നീട്ടാൻ, ജാന അറിയുക അല്ലേ? കൈ നീട്ടാൻ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നഹീൻ ജാൻതേ, ഞങ്ങൾക്ക് ഏക് ദൂസര പരസ്പരം, ഞങ്ങൾക്ക് പരസ്പരം, ഹം ഏക് ദൂസരേക്കോ നഹീൻ ജാൻതേക്ക്, ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. യഹ് നഹീൻ ജാൻത, ഹം ഏക് ദൂസരേക്കോ നഹീൻ ജാൻതേ, സാത്ത് ചലന ജാൻതേ, എന്താ? ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു, പക്ഷേ പിന്നെ എന്താ? സാത്ത് ഒരുമിച്ച് ചലന ജാൻതേ, എന്താണ്? നടക്കാൻ അറിയാമായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു, പക്ഷേ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. മനസ്സിലായോ? ചലന ജാൻതേ നഹീൻ ജാൻത ഔർ
जानिना कविता में किसी लोकगीत आके സ്ഥായി की तरह ബാർ ബാർ ലൗട്ട്താ ഹേ ആണ്. ഞങ്ങൾ അറിയില്ലായിരുന്നു. യഹ് ഇത്, നഹീൻ ജാൻത എന്താണ്, ഇതറിയില്ലായിരുന്നു, പിന്നെ അറിയില്ലായിരുന്നു. ഔർ ജാനിന എന്താ, ജാനിന ജാനിന എന്താ, അറിയുക അല്ലേ, അറിയുന്നു. കവിതാമീം കവിതയിൽ, കിസി കവിതയിൽ, കിസി കിസി ഏതോ, പിന്നെ ലോക്ഗീത് ലോക്ഗീത് നാടൻ പാട്ട് കേട്ടോ. ഏതോ കവിതയിൽ ഏതോ നാടൻ പാട്ടിൻ്റെ സ്ഥായി 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 കീ തരഹ് എന്താണ്, സ്ഥായി കീ തര നാടൻ പാട്ടിൻ്റെ സ്ഥായി, നാടൻ പാട്ടിൻ്റെ വരികൾ കേട്ടല്ലോ. നാടൻ പാട്ടിൻ്റെ വരികൾ പോലെ, സ്ഥായി കീ തരഹ് വരികൾ പോലെ കേട്ടോ. ലോകഗീത് കെ സ്ഥായി കീ തരഹ് ബാർ ബാർ ലൗട്ട്താ ഹേ, വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു. മനസ്സിലായല്ലോ. കവിതയിൽ കവിതാമേം കവിതയിൽ കിസി ഏതോ ലോകഗീത് കെ സ്ഥായി കീ തരഹ് നാടൻ പാട്ടിൻ്റെ വരികൾ പോലെ എന്ത് ചെയ്യുന്നു, സ്ഥായി കീ തരഹ് എന്താണ്, നാടൻ പാട്ടിൻ്റെ വരികൾ പോലെ, ബാർ ബാർ വീണ്ടും വീണ്ടും, ലൗട്ടാത്താ എന്താ, ലൗട്ടിന വെച്ചാൽ എന്താ, തിരിച്ചു വന്നിരിക്കുന്നു അല്ലേ. ലൗട്ടാ ഹേ തിരിച്ചു വന്നിരിക്കുന്നു. ലൗട്ടാ ഹേ ഗദ്യമീം ഗദ്യത്തിൽ, ഗദ്യമീം ലിഖി ഹുയി കിസി കവിതാമീം ലിറിക് യാ ഗീതാത്മകത. ഗദ്യമീം ഗദ്യത്തിൽ, ലിഖി ഹുയി എഴുതിയിട്ടുള്ള, കിസി ഏതെങ്കിലും, കവിതാമീം ഏതെങ്കിലും കവിതയിൽ, പിന്നെ കവിതാമീം ലിറിക് എന്താ, ലിറിക്ക് വരികൾ കേട്ടല്ലോ. ലിറിക് ലിറിക്കൽ യാ അതാണ് വരികൾ, വരികളുടെയോ, ലിറിക്കൽ യാ ഗീതാത്മകത ഗാനാത്മകതയോടെ, ഗീതാത്മകത സംഗീതാത്മകമായ കേട്ടോ. ഗീതാത്മകത എന്താണ്, സംഗീതാത്മകമായ അല്ലെങ്കിൽ ഗാനാത്മകതയോടെ അല്ലേ. गीतात्मकता का बोध इस खूबी के साथ हिंदी की किसी कविता में आया है. കേട്ട്, കിസി കവിതാമേ ഏതോ കവിതയിലെ ലിറിക്കൽ യാ ഗീതാത്മകത കാ ബോധ്, ഏതോ കവിതയിൽ ലിറിക്കൽ ആണ് വരികളുടെയോ, പിന്നെ അല്ലെങ്കിൽ ഗീതാത്മകത ഗാനാത്മകതയുടേതോ, കബോധ ഇസ് ഖൂബി എന്താണ്, ബോധം അല്ലേ, കാവ്യാത്മകതയുടെയോ ഏതെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും കവിതയിലെ വരികളുടെയോ, അല്ലെങ്കിൽ അതിൻ്റെ ഗാനാത്മകതയുടെയോ പ്രത്യേകത, इस खूबी के साथ, इस खूबी മേന്മ, ഇസ് ഖൂബി കെ സാത്ത് എന്താണ്, ഈ ഖൂബിയോടൊപ്പം, ഈ മേന്മയോടൊപ്പം, മനസ്സിലായല്ലോ, ഈ മേന്മയോടൊപ്പം, കെ സാത്ത് ഹിന്ദി കി കിസി കവിതാമേ, ഹിന്ദിയിലെ ഏതെങ്കിലും ഒരു കവിതയിൽ, കിസി കവിതാമേ ഏതെങ്കിലും ഒരു കവിതയിൽ, ആയാ ഹേ ഉണ്ടായിട്ടുണ്ടോ, യാദ് നഹീം ആരഹ എന്ന ഓർമ്മ വരുന്നില്ല. മനസ്സിലായോ? ജയ്സെ കിസി ഗസൽ മീം ആഖിരി शेर के आखिरी शब्द, जैसे किसी ഗസൽ മീം എന്താണ്, ഏതെങ്കിലും ഗസലിൻ്റെ
ഗസൽ മീം ആഖിരി ആഖിരി അവസാനം ആഖിരി ഷേർ കെ ആഖിരി ശബ്ദ ആ ഷേർ ഉറുദു കവിതയുടെ ഈരടിക്കാണ് ഷേർ എന്ന് പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ഗസലിലെ അവസാന ഈരടിയിലെ ആഖിരി ശബ്ദ അവസാനത്തെ വാക്ക് അവസാനത്തെ ശബ്ദം കേട്ടല്ലോ. ആഖിരി ശബ്ദ അവസാന ശബ്ദം आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं. ശ്രോതാവോं की ശ്രോതാക്കളുടെ ജുബാൻ നാവ് നാക്ക് ശ്രോതാവോं की जुबान पर ശ്രോതാക്കളുടെ നാവിൽ ആപ്സെ ആപ് എന്താണ് സ്വയം ആപ്സെ ആപ് ആ ജാത്തെ എന്താണ് ആജാന വരാറുള്ളതുപോലെ. നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടാൽ ഇവിടെ ഗസലാ പറയുന്നത് ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ അറിയാതെ നമ്മളുടെ നാവിൻ തുമ്പിൽ വരുന്നത് പോലെ. അതായത് ഏതോ ഒരു ഗസലിൻ്റെ അവസാനത്തെ ശബ്ദം അവസാനത്തെ ശബ്ദം ആ ശ്രോതാക്കളുടെ നാവിൻ തുമ്പിൽ സ്വയം വരുന്ന പോലെ. നമുക്കിഷ്ടമുള്ള ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അറിയാതെ പാടിപ്പോവും ഇല്ലയോ? അറിയാതെ അങ്ങ് നമ്മൾ പോലും അറിയാതെ ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് മൂളിപ്പോവും. അതേപോലെ ശ്രോതാവെങ്കിൽ जुबान पर आपसे आप आ जाते आपसे आप आ जाना സ്വയം വരിക അല്ലേ? ആ ജാത്തെ ഹെ വൈസേ ഹി അതുപോലെ തന്നെ ഇസ് കവിത കെ അന്തിമ ശബ്ദ യാനി സാത്ത് സാത്ത് ചലന കെ ബാദ് യദി കവിത പാഠ് രോക് ദിയാ ജായേ. കേട്ട് വൈസേ ഹി അതുപോലെ തന്നെ അല്ലേ? എപ്രകാരമാണോ ഒരു പാട്ട് ആസ്വാദകൻ്റെ അല്ലെങ്കിൽ ശ്രോതാവിൻ്റെ നാവിൻ തുമ്പിൽ വരുന്നത് അല്ലേ? അതുപോലെ അല്ലേ? വൈസേഹി അതുപോലെ ഇസ് കവിതയ്ക്ക് ഈ കവിതയ്ക്ക് അന്തിമ ശബ്ദ എന്താണ്? ഈ അവസാന ശബ്ദമായ ഈ കവിതയുടെ അവസാന ശബ്ദം അവസാന വാക്ക് ഇസ് കവിതയ്ക്ക് അന്തിമ ശബ്ദ ഈ കവിതയുടെ അവസാന ശബ്ദം യാനി അതായത് സാത്ത് സാത്ത് ചലന എന്താണ്? ഒരുമിച്ച് നടക്കുക സാത്ത് സാത്ത് ചലന के बाद यदि कविता पाठ रोक दिया जाए तो ഒരുമിച്ച് നടക്കുക എന്നുള്ളത് അല്ലേ? ഒരുമിച്ച് നടക്കുക. പിന്നെ കെ ബാദ് യദി അത് കഴിഞ്ഞ് പിന്നെ ഒരുമിച്ച് നടക്കുക കഴിഞ്ഞ് യദി കവിതാ പാഠ് രോക്ക് ദിയാ ഹെ എന്താണ്? കവിതാ പാഠ് രോക്കിന കവിതാ പാരായണ രോക്കിന നിർത്തുക, അവസാനിപ്പിക്കുക. കവിതാ പാഠ് രോക്ക് ദിയാ ജായേ തോ കവിതാ പാരായണം നിർത്തുകയാണെങ്കിൽ രോക്കിന തടയുക എന്നർത്ഥമാണ്. ഇവിടെ നിർത്തുക. കവിതാ പാരായണം അവസാനിപ്പിക്കുകയാണെങ്കിൽ കവിതാ പാഠ് രോക്ക് ദിയാ ജായേ തോ സുനിനെ വാലെ ഖുദ് വാക്യ പൂരാ കർ ദേംഗെ. ഇതാണ് സുനിനെ വാല കേൾവിക്കാർ. സുനിനെ വാല കേൾക്കുന്ന ആളുകൾ. സാത്ത് സാത്ത് ചലന ഒരുമിച്ച് നടക്കുക അല്ലേ? സാത്ത് സാത്ത് ചലന കെ ബാദ് യദി കവിത കോ പാഠ് രോക്ക് ദിയാ ജായേ തോ കവിത പാരായണം രോക്കിന തടയുക, നിർത്തുക. കവിതാ പാരായണം നിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കവിതാ പാരായണം പൂർത്തിയാക്കുകയാണെങ്കിൽ നിർത്തുകയാണെങ്കിൽ എന്നൊക്കെ പറയാം.
വൈസേഹി ഈസ് കവിതയ്ക്ക് അന്തിമ ശബ്ദ, അതുപോലെ ഈ കവിതയുടെ അവസാന വാക്ക് അന്തിമ ശബ്ദ യാനി സാത്ത് സാത്ത് ചലന, സാത്ത് സാത്ത് ചലന എന്താണ്? ഒരുമിച്ച് നടക്കുക അല്ലേ? സാത്ത് സാത്ത് ചലന കെ ബാദ് യദി കവിത പാഠ് രോക്ക് ദിയാ ജായേത്തോ, അതിന് ഒരുമിച്ച് നടക്കുക കഴിഞ്ഞ് കവിതാ പാരായണം അവസാനിപ്പിക്കുകയാണെങ്കിൽ സുനനെ വാലെ കേൾവിക്കാർ ഖുദ് സ്വയം വാക്യ പൂരാ കർ ദേംഗെ, അവർ വാക്യ പൂരാ കർ ദേംഗെ അവർ കഹേംഗെ ജാൻതേ ഥേ, ഇതാണ് അവർ വാക്യം പൂർത്തിയാക്കും അറിയാമായിരുന്നു എന്ന് അല്ലേ? ജാൻതേ ഥേ, ഈ കവിത അവിടെ നിർത്തുകയാണെങ്കിൽ കേൾവിക്കാരെന്ത് പറയും? അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് ഇത് പൂർത്തിയാക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? കഹ്ദേംഗെ ഈ കവിത ജാനിന ശബ്ദക്കെ रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती हैं. यह कविത, ഈ കവിത ജാനിന അറിയുക അല്ലേ? അറിയുക എന്നുള്ളത് രൂഢീഗ്രസ്ത പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്. പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്. അർത്ഥക്കോ, അതായത് പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് എന്ന അർത്ഥക്കോ, അർത്ഥത്തെ പൂരി തരഹ പൂർണ്ണമായ രീതിയിൽ ബദൽ ദേത്തി ഹെ, ബദൽ ദേന മാറ്റുക. യഹ് കവിത, ഈ കവിത ജാനിന അറിയുക, ശബ്ദക്കെ രൂഢീഗ്രസ്ത എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തെ, അറിയുക എന്നുള്ളതിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തെ പൂരി തരഹ പൂർണ്ണമായ രീതിയിൽ ബദൽ ദേത്തി ഹെ, ബദൽ ദേന മാറ്റിമറിക്കുന്നു. മനസ്സിലായല്ലോ? മാറ്റിമറിക്കുന്നു. ഇസ് കവിതയ്ക്ക്, ഈ കവിതയുടെ പഹലി ദോ പങ്ക്തിയോമേ, ഈ കവിതയിലെ ഇസ് കവിതയ്ക്ക്, ഈ കവിതയിലെ പഹലി ആദ്യത്തെ ദോ പങ്ക്തിയോമേ, ദോ പങ്ക്തി രണ്ട് വരികളിൽ അല്ലേ? രണ്ട് വരികളിൽ പങ്ക്തിയോമേ की कवि अपनी पूरी बात कह देता है. पहली दो, इस कविता की पहली दो पंक्तियों में, ഈ കവിതയിലെ ആദ്യത്തെ രണ്ട് വരികളിൽ കവി അപ്പനി പൂരി ബാത്ത് കഹ് ദേത്ത, കവി തൻ്റെ പൂരി ബാത്ത് മുഴുവൻ കാര്യവും, പൂരി ബാത്ത് മുഴുവൻ കാര്യവും കഹ് ദേത്ത ഹെ, കഹ് ദേന പറയുന്നു. ഈ കവിതയുടെ ആദ്യത്തെ രണ്ട് വരിയിൽ കവി എല്ലാ കാര്യവും പറയുന്നു. കഹ് ദേത്ത ഹെ. ശേഷപങ്ക്തിയാം, മറ്റുള്ള വരികളിൽ, ശേഷു പങ്ക്തിയ മറ്റുള്ള വരികളിൽ ഉസി കഹ് ഗയേ കോ ഔർ സഖൻ ഔർ ഗഹരാ കർത്തി ഹേ ആണ്. മറ്റുള്ള വരികളിൽ ഉസി കഹ് ഗയേത്തോ, ആ പറഞ്ഞവയെ ഉസി കഹ് ഗയേത്തോ, ആ പറഞ്ഞവയെ പിന്നെ ഔർ സഖേക്കോ ഔർ സഖൻ എന്ന് വെച്ചാൽ ഉറപ്പുള്ളതും, സഖൻ ഔർ ഗഹര എന്ന് വെച്ചാൽ ആഴമുള്ളത്, ഡീപ്പ്. മനസ്സിലായല്ലോ? ആഴമുള്ളതും. സഖൻ എന്താണ്? സ്ട്രോങ് ആയിട്ടും പിന്നെ ഡീപ്പായിട്ടും, എന്നുവെച്ചാൽ ആഴമുള്ളതും ഉറപ്പുള്ളതുമായിട്ട്, ആഴമുള്ളതും ഉറപ്പുള്ളതുമായിട്ട് ഉള്ളതാക്കുന്നു അല്ലേ? ഗഹരാ കർത്തി ഹെ, ഗഹരാ കർന ആഴമുള്ളതാക്കുന്നു.
മനസ്സിലായല്ലോ. ശേഷിക്കുന്ന വരികളിൽ അതിനെ ഒന്നുകൂടി സ്ട്രോങ്ങും പിന്നെ അതുപോലെ അത് എങ്ങനെയുള്ളതായിരുന്നു, സ്ട്രോങ്ങും അതുപോലെ തന്നെ ഡീപ്പുമാക്കി തീർക്കുന്നു, ആഴമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു. കവിത കാ സാരാംശ ഹേ കി, കവിതയുടെ സാരാംശം ഇതാണ് എന്തെന്നാൽ, കേട്ട് കവിത കാ സാരാംശ ഹേ കി, ദോ മനുഷ്യോं के बीच, രണ്ട് മനുഷ്യരുടെ ഇടയിൽ, ദോ മനുഷ്യോं के बीच, രണ്ട് മനുഷ്യരുടെ ഇടയിൽ, മനുഷ്യതാ കാ എഹസാസ് യാനി മാനവീയ സംവേദന സരൂജ നോക്കട്ടെ. ദോ മനുഷ്യോं के बीच, രണ്ട് മനുഷ്യരുടെ ഇടയിൽ, മനുഷ്യതാക്ക അഹസാസ്, മനുഷ്യതാക്ക അഹസാസ് തോന്നൽ, മനുഷ്യത്വത്തിൻ്റെ തോന്നൽ. അതായത് രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ, അല്ലേ. ദോ മനുഷ്യോं के बीच, രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യതാക്ക അഹസാസ്, അഹസാസ് എന്താണ്, തോന്നൽ, ആ ഫീലിംഗ്. അപ്പോൾ നോക്കി, കവിതാക്ക സാരാംശി ദോ മനുഷ്യോं के बीच, രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യതാക്ക, മനുഷ്യത്വത്തിൻ്റെ അഹസാസ്, അഹസാസ് എന്താണ്, തോന്നൽ, തോന്നൽ. യാനി അല്ലെങ്കിൽ മാനവീയ സംവേദന, മാനവീയ സംവേദന. എന്താ സംവേദന? എന്താ സഹാനുഭൂതി. സംവേദന എന്ന് വെച്ചാൽ എന്താണ്, സഹാനുഭൂതി, അല്ലേ. രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ അല്ലെങ്കിൽ മാനുഷിക പരിഗണന ഉണ്ടാകേണ്ടത് എന്താണ്, ജരൂരി. മാനവീയ സംവേദന ഹോന ജരൂരി, ജരൂരി അത്യാവശ്യമാണ്, അല്ലേ. രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ, അതായത് മാനുഷിക പരിഗണന ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ. ജരൂരി ഹേ. ജാൻകാരിയാം ജരൂരി നഹി. ജാൻകാരി എന്താണ്, അറിവുകൾ, അല്ലേ. ആ ജാൻകാരി, അങ്ങനെയുള്ള അറിവ്, അല്ലേ. ആ അറിവുകൾ പിന്നെ ജാൻകാരിയെ ജരൂരി നഹി, ജരൂരി എന്താ, അറിയണമെന്ന് ഇല്ല, അല്ലേ. നമ്മൾ ആളിനെ അറിയണമെന്നില്ല, പക്ഷേ മനുഷ്യത്വം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്, പക്ഷേ നമ്മൾ വ്യക്തിയെ അറിയണമെന്ന് ഇല്ല. ജാൻകാരിയെ നഹി. കിന്തു യഹ് സന്ദേശ് കവിതാത്മി ഉപദേശ് കി തരഹ് നഹിയാത്ത. എന്നാൽ ഈ സന്ദേശം, ഈ സന്ദേശം ഒരുപക്ഷെ ഈ സന്ദേശം കവിതയിൽ ഉപദേശം, ഉപദേശ് കി തരഹ് നഹിയാത്ത, ഉപദേശം പോലെ വരുന്നതും ഇല്ല.